ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂലു സലാസ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥമാണ്. അതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ 3 അടിസ്ഥാന തത്വങ്ങൾ ഖബറിൽ ചോദിക്കാൻ പോകുന്ന 3 ചോദ്യങ്ങളാണ്. നിൻ്റെ റബ്ബ് ആരാണ്? നിൻ്റെ ദീൻ എന്താണ്? നിൻ്റെ നബി ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്കതിൻ്റെ വിജ്ഞാനമുണ്ടാകണം. ആരാ റബ്ബ് എന്നുള്ളതിൻ്റെ വിജ്ഞാനമുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ശരിയായ വിജ്ഞാനം, ഇസ്ലാമിനെ കുറിച്ചുള്ള ശരിയായ വിജ്ഞാനം ഉണ്ടാകണം. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ നമ്മൾ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെ അവസ്ഥ നോക്കിയാൽ അവർ വിവിധ കക്ഷികളിലും സംഘടനകളുമാണ്. അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല. അതിനെ കൊടുത്ത അർത്ഥം, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം തെറ്റിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? കർമ്മങ്ങൾ തെറ്റി. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ശരിക്കും എന്താണെന്ന് അറിയണം. തൗഹീദ് അറിയണം. അത് ശരിയായ അർത്ഥം അറിഞ്ഞാലേ, അള്ളാഹ് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും പഠിപ്പിച്ച അർത്ഥം, അതിൻ്റെ വിശദീകരണം അറിഞ്ഞാലേ അതനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് വരികയുള്ളൂ. അപ്പോഴേ നമുക്ക് നാളെ പരലോകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. ഖബറിൽ, അതിനു മുന്നേ ഖബറിലെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയപ്പെട്ട കാര്യമാണ് എന്താ ആദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയും നിസ്കാരം. അതെ, നിസ്കാരം തന്നെ. പക്ഷെ അതിവിടെ ഖബർ ജീവിതത്തിന് ശേഷമാണ്. അപ്പോൾ ആദ്യം ചോദിക്കുന്ന നിസ്കാരം എന്ന കർമ്മം ചോദിക്കുന്നതിന് മുമ്പ് ഖബറിൽ ചോദിക്കുന്നത് ആദ്യം വിശ്വാസകാര്യങ്ങളാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് ശരിയായാലേ ആ ഖബറിലെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോഴേ അതിന് ശേഷമുള്ളത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈമാനിൻ്റെ സ്തംഭങ്ങളും ശാഖകളും പഠിച്ചു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചു. ഇനി ഈ ദർസിൽ നമ്മൾ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നതിൻ്റെ തെളിവുകൾ വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയും. ഇതിൻ്റെ തെളിവ് എന്താ? ഈമാൻ വർദ്ധിക്കുന്നതിൻ്റെ തെളിവ് അല്ലാഹ് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനൻ. സത്യവിശ്വാസികൾ അവർ മാത്രമാണ്, അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ഭയമുണ്ടാകും. അവൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അതവരുടെ ഈമാൻ വർദ്ധിക്കും. ഇത് സൂറത്ത് അൻഫാലിലെ 8-ാം അധ്യായം 2-ാം വചനമാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഖുർആൻ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അതേപോലെ അല്ലാഹ് പറഞ്ഞു, വഇദാ മാ ഉൻസിലത് സൂറത്തും ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാനൻ ഫഅമ്മല്ലദീന ആമനു ഫസാദത്ഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. എപ്പോഴൊക്കെ ആ വചനങ്ങൾ ഇറങ്ങുന്നുവോ അപ്പോൾ ചിലർ പറയും, എപ്പോഴൊക്കെ സൂറത്ത് ഇറങ്ങുന്നുവോ, അധ്യായം ഇറങ്ങുന്നുവോ അപ്പോൾ ചിലർ പറയും. ഇവിടെ ചിലർ കൊണ്ട് ഉദ്ദേശം കപടവിശ്വാസികളാണ്. നിങ്ങളിൽ ആരുടെ ഈമാനാണ് വർദ്ധിച്ചത് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ? എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ സന്തോഷിക്കുന്നു. ഇത് സൂറത്ത് തൗബ 9-ാം അധ്യായം 124-ാം വചനമാണ്.
ഇത് സൂചിപ്പിക്കുന്നത് ഖുർആൻ ഇറങ്ങുമ്പോൾ, അതിൻ്റെ സൂറത്ത് ഇറങ്ങുമ്പോൾ ഈമാൻ വർദ്ധിക്കും. പിന്നെ അതിനെ കേൾക്കുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും. ഇനി അള്ളാഹിൻ്റെ വചനം, വമാ ജഅൽന അസ്ഹാബന്നാരി ഇല്ലാ മലായികത്തൻ വമാ ജഅൽന ഇദ്ദതഹും ഇല്ലാ ഫിത്നത്തൻ ലില്ലദീന കഫറു ലിയസ്തൈഖിനല്ലദീന ഊതുൽ കിതാബ വയസ്ദാദല്ലദീന ആമനു ഈമാനൻ. നരകത്തിൻ്റെ കാവൽക്കാരായിട്ട് മലക്കുകളല്ലാതെ ഇല്ല. അവർക്കൊരു കൃത്യമായ എണ്ണമുണ്ട്. അവർ സത്യനിഷേധികൾക്കൊരു പരീക്ഷണമാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർക്ക് എന്താണ് ഉറപ്പുണ്ടാകാൻ കാരണം അവരുടെ ഗ്രന്ഥവുമായി ഈ ഖുർആൻ യോജിക്കുന്നു. അത് തൗറാത്തിലും ഇഞ്ചീലിലും എഴുതപ്പെട്ടതാണ്. വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കും. ഇത് സൂറത്തുൽ മുദസ്സിർ 74 അധ്യായം 31 വചനം. ഇത് സൂചിപ്പിക്കുന്നത് അനുസരണത്തിൻ്റെ കർമ്മങ്ങൾ കാണിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ഈ ഈമാൻ കുറയുന്നതിൻ്റെ തെളിവുകൾ, അതിലൊന്നാമത്തെ എന്താ? ഏതൊന്ന് വർദ്ധിക്കുന്നുവോ അത് കുറയും. ബാറക്കല്ലാഹു ഫീക്കും. ഇതൊരു വശം. അപ്പോൾ ഒരു സാധനം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ എന്താണ്, അത് കുറയുകയും ചെയ്യും. കാരണം കുറഞ്ഞിടുന്നാണ് അത് വർദ്ധിച്ചത്. അപ്പോൾ തിരിച്ച് വീണ്ടും കുറയും. അപ്പോൾ ഇത് ഒരു വശത്ത്. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹിഹ് ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ യൗമൽ ഖിയാമത്തി യഖൂലു അഖ്റിജു മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാനിൻ. തീർച്ചയായും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ പറയും, നരകത്തിൽ നിന്ന് പുറത്തേക്കെടുക്കൂ ആരുടെ ഹൃദയത്തിൽ ഒരു കടുകിൻ്റെ വിത്തിൻ്റെ അത്രയെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ. ഇതിൻ്റെ സൂചിപ്പിക്കുന്നത് ഈമാൻ വർദ്ധിക്കുകയും അതെന്നിട്ട് കുറഞ്ഞ് ഒരു കടുകിൻ്റെ വിത്തിൻ്റെ തൂക്കത്തിൻ്റെ അത്ര ആകുന്ന. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖ്റബു മിൻഹും ലിൽ ഈമാൻ. അവരാ ദിവസം അവിശ്വാസത്തിൻ്റെ അടുത്തേക്കായിരുന്നു വിശ്വാസത്തിനേക്കാൾ കൂടുതൽ അവർ അടുത്തത്. ഇത് സൂറത്ത് ആല ഇമ്രാനിലെ 3 അധ്യായം 167 വചനം. ഇത് സൂചിപ്പിക്കുന്നു ഈമാൻ കുറയും. അങ്ങനെ ആ വ്യക്തിയുടെ ഈമാൻ കുറഞ്ഞിട്ട് അതെന്താണ്, അവിശ്വാസത്തിനോട് അടുത്ത് എത്തുന്ന പറഞ്ഞത് ഈ ആയത്തിൽ അത് സൂചിപ്പിക്കുന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽ യുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവനത് കൈകൊണ്ട് മാറ്റട്ടെ. കൈകൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനത് നാവ് കൊണ്ട് മാറ്റാൻ ശ്രമിക്കട്ടെ. ഇനി നാവ് കൊണ്ടും പറ്റിയിട്ടില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് അവനത് ചെയ്യണം. ഇത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലതയാണ്. ഏറ്റവും ദുർബലമായ ഈമാനിൻ്റെ അവസ്ഥയാണ് എന്ത്? അത് ഹൃദയം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുക. ഇത് സൂചിപ്പിക്കുന്നത്, അപ്പോൾ ഹൃദയം കൊണ്ട് അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കല്യാണ സദസ്സ് പോയാൽ നമുക്കവിടെ അധികാരമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സംഗീതമുണ്ടെങ്കിൽ അത് നിർത്താൻ പറയാം. ഇനി നമുക്കവിടെ അധികാരമില്ലാത്ത ഒരു വീടാണതെങ്കിൽ, നമ്മളെ വീടല്ല, വേറൊരു വീടാണ്, അവിടെ നമുക്ക് അധികാരമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ നാവ് കൊണ്ടത് മാറ്റാൻ ശ്രമിക്കണം. അഥവാ അവർക്ക് സംഗീതം ഹറാമാണെന്ന് നമ്മൾ ആയത്തും ഹദീസും വെച്ചിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
ഇനി ഒരാൾക്ക് നാവ് കൊണ്ടും പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അവന് പ്രബോധനം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ ഹൃദയം കൊണ്ട് ഉദ്ദേശം എന്താ? അവൻ ആ സദസ്സിൽ ഇരിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. അവനെന്ത് ചെയ്യണം? വേഗം ആ സദസ്സിൽ നിന്ന് പോകണം. അവിടെ സംഗീതം ഉണ്ടെങ്കിൽ. ബാറക്കല്ലാഹു ഫീക്കും. അത് നല്ല രീതിയിൽ പോകണം. അവിടെ കാണേണ്ട ആളൊക്കെ കണ്ട് സലാമൊക്കെ പറഞ്ഞ് പിരിയണം. ഇനി ഭക്ഷണ ഹാളിൽ പാട്ട് കേൾക്കുന്നില്ലെങ്കിൽ, സംഗീതം കേൾക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ കണ്ട് അവരൊക്കെ പുറത്തുതന്നെ ഉണ്ടാവുമല്ലോ. വേഗം എന്താക്കാം? ഭക്ഷണ ഹാളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേഗം എന്താകണം? തിരിച്ച് പോകണം. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷെ ഭക്ഷണ ഹാളിൽ പാട്ട് കേൾക്കുന്ന അവസ്ഥയാണെങ്കിൽ അവൻ എന്താണ്? വേഗം ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ കണ്ട് വേഗം എന്താകണം? ആ കല്യാണ സദസ്സിന് പോകണം. ഇത് ഏറ്റവും ദുർബലമായ ഈമാനിൻ്റെ അവസ്ഥയാണ്. കാരണം അവൻ ദഅവത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത്. ദഅവത്ത് ചെയ്തിട്ട് അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം? അവൻ ആ സദസ്സിൽ നിന്ന് പോകണം, അവിടെ സംഗീതം കണ്ടാൽ. ഇനി ആദ്യമേ നമുക്കറിയാം അവിടെ സംഗീതമുണ്ട് എന്ന്. കല്യാണത്തിന് സംഗീതം ഉണ്ടാകാൻ പോകുന്നു എന്ന് ആദ്യമേ അറിയുമെങ്കിൽ നമ്മൾ ആ കല്യാണത്തിൻ്റെ 1-2 ദിവസം അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കുക. ഞാൻ എന്തുകൊണ്ട് വരുന്നില്ല, അവർക്കൊരു സമ്മാനം ഗിഫ്റ്റ് കൊടുക്കുക, അവർക്ക് കല്യാണമൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ദുആ ചെയ്യുക. കാരണം ഇവർ നമ്മളെ കുടുംബമാണ്. സംഗീതത്തിൽ പങ്കെടുക്കാതിരിക്കുക അതിൻ്റെ അർത്ഥം കുടുംബബന്ധം തകർക്കുക എന്നല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമുക്കിത് പറ്റൂല, ഇത് അള്ളാഹുവിൻ റസൂലിനെ നമുക്ക് ധിക്കരിക്കാൻ പറ്റൂല. ഇത് അള്ളാഹു റസൂൽ പറഞ്ഞതാണ്. സംഗീതം ഹറാമാണ് എന്ന രീതിയിൽ, സംഗീതം പാടില്ല എന്ന രീതിയിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് വരാത്തത് എന്ന് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക, തെളിവുകൾ പറയാം. അവർ അംഗീകരിച്ചാൽ അൽഹംദുലില്ലാ, അവിടെ കല്യാണത്തിന് സംഗീതം ഉണ്ടാവില്ല, നിങ്ങൾക്ക് പോകാം. അംഗീകരിച്ചിട്ടില്ലെങ്കിലോ അവരോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവർക്കൊരു സമ്മാനം കൊടുത്തിട്ട് എന്താക്കുക? നമ്മൾ ആ സദസ്സിന് പിരിയുക. അപ്പോൾ ഇതും തെളിവാണെന്ത്? ഈമാൻ ദുർബലമാകും. അതിനർത്ഥം അത് കുറയും. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കും. അത് അള്ളാഹുവിനോട് അനുസരണം കാണിക്കുമ്പോൾ. ഈമാൻ കുറയും അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുമ്പോൾ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.